യൂണിഫോമൊക്കെ ഇട്ട് ഇപ്പം ഞങ്ങൾ പഠിത്തത്തിലാണ്. അതെ, പ്രായമൊക്കെ ആയില്ലേ, ഇനിയും പഠിത്തം നിർത്താറായിട്ടില്ലേന്ന് പലരും ചോദിക്കാറുണ്ട് കേട്ടോ. ഇല്ല, പഠിത്തം നിർത്താറായിട്ടില്ല, ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ പഠിത്തം. ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുമ്പോൾ കിട്ടണ ആ സുഖം അത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറില്ല, അപ്പം നമുക്ക് വലുതായാൽ മതി. ഇപ്പം ദേ കണ്ട, ഇപ്പം ഞങ്ങൾ വീണ്ടും കുട്ടികളാവാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. ഈ കാണുന്ന നെക്ലസും കമ്മലും മാലയും വളയും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതെ, ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാ. അതേപോലെ തന്നെ ദേ ഈ സാരി ഡ്രേപ്പിങ്ങും പിന്നെ അതിൻ്റെ ഒപ്പം പൊടിക്കൈയായിട്ട് കുറച്ച് മേക്കപ്പും ഒക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതും ഫുൾ ഫ്രീ ആയിട്ട്. ഫ്രീ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഭക്ഷണം, അവിടുത്തെ മെറ്റീരിയല്, നമ്മുടെ പഠിപ്പിക്കണത്, പിന്നെന്താ താമസ സൗകര്യം വരെ അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. എല്ലാം ഫ്രീ. ഞങ്ങൾ ഭക്ഷണം ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ ഭക്ഷണം ഫ്രീ ആയിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. മീൻ വറുത്തതടക്കം ഫുഡ്. ഓ, എന്താല്ലേ വേണ്ടേ. ഞങ്ങൾ പോയ കോഴ്സ് ജ്വല്ലറി മേക്കിങ്ങും സാരി ഡ്രേപ്പിങ്ങും പിന്നെ കുറച്ച് പൊടിക്കൈയായിട്ടുള്ള മേക്കപ്പും പഠിക്കാനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 14 ദിവസത്തെ കോഴ്സാണ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് വിഷമായി പോയി. 14 ദിവസം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയേ. പോലത്തെ വേണോ ഇവിടെ? അത് മാത്രല്ല കേട്ടോ, അവിടെ ചെല്ലുമ്പോ കിട്ടണ ആ സുഖം, ഒരു രസം. എല്ലാവരും നല്ല വൈബായിരുന്നു കേട്ടോ. ഒരുപാട് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സ്കൂളിൽ പഠിച്ച ഒരു കോളേജിൽ പഠിച്ച ഒരു ഫീലൊക്കെ ആയിരുന്നു അവിടെ ചെല്ലുമ്പോൾ കിട്ടണത്. നമ്മളുണ്ടല്ലോ ഒരു 10-15 വയസ്സ് കുറഞ്ഞ മാതിരിയാണ് എനിക്ക് തോന്നിയത്. അത്ര നല്ല രസമായിരുന്നു അവിടെ പോകാൻ. പക്ഷെ കാലത്തോട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും പോകണം കറക്റ്റായിട്ട്. അപ്പോൾ കാലത്ത് 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെയായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ഓഫീസ് തൃശ്ശൂർ വില്ലടത്താണ് കേട്ടോ. അവിടെ വെച്ചാണ് എല്ലാ ക്ലാസ്സുകളും നടക്കുന്നത്. ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് നമ്മുടെ തൊട്ടടുത്തുള്ള പുതുക്കാട് കിട്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുഖമായിട്ട് വണ്ടിയുമ്പോൾ ഞങ്ങളുടെ പേടകത്തുമ്പോൾ പോകാൻ പറ്റി. ജ്വല്ലറി കോഴ്സ് മാത്രമല്ല കേട്ടോ ഫ്രീ ആയിട്ടുള്ളത്. കുറേ കോഴ്സുകളുണ്ട്. തയ്പ്പ് പഠിക്കാനുള്ളവർക്ക് 1 മാസത്തെ കോഴ്സ് ഉണ്ട്. പിന്നെ മൊബൈൽ സർവീസ്, അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. ആ കോഴ്സിൻ്റെയൊക്കെ ലിസ്റ്റ് ഞാൻ പറയാം കേട്ടോ. ലാസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റിൽ വീഡിയോ ആയിട്ടിടെ, ഫോട്ടോ ആയിട്ടിടെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ തൃശ്ശൂർ മാത്രമല്ല കേട്ടോ, നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ ഈ ഫ്രീ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കുള്ളത് തൃശ്ശൂർ വില്ലടത്താണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് പുതുക്കാട് നമുക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി. ഇനിയിപ്പോൾ അതേ കൊടകര വരുന്നുണ്ട് ഈ ജനുവരിയിൽ കേട്ടോ. അപ്പോൾ കൊടകര ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് എളുപ്പമായിരിക്കും പോവാൻ. ഇത് നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് ചെയ്ത ജ്വല്ലറിയാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. നമ്മളത് ഉണ്ടാക്കിയാൽ മാത്രം മതി. പിന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ നമുക്ക് തിരിച്ചു തരികയും ചെയ്യും കേട്ടോ. പിന്നെ ഈ ജ്വല്ലറിയുടെ പഠിപ്പിക്കണ കോഴ്സാണെന്നുണ്ടെങ്കിലും അതിൽ 2 ദിവസം നമ്മുടെ സാരി ഡ്രേപ്പിങ്ങും പഠിപ്പിക്കുന്നുണ്ട്. ചിലവരുണ്ടല്ലോ ഈ സാരി ഡ്രേപ്പിംഗ് ഉള്ളത് കൊണ്ട് മാത്രം വന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ സാരി ഡ്രേപ്പിംഗ് ഒരെണ്ണം ചെയ്ത് കൊടുക്കണതിന് തന്നെ 10,000-2,000 രൂപ മേടിക്കാം. ഇത് ബ്രൈഡലിൻ്റെ ഒക്കെ അടക്കം നമുക്ക് സാധാരണക്കാർക്ക് ഒരു 400, 500, 250 ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാരി ഡ്രേപ്പിങ്ങും പഠിച്ചു. അങ്ങനെ കുറച്ച് ക്ഷമമാണ് കേട്ടോ സാരി ഡ്രേപ്പിങ്ങിന്. നല്ലോണം അയൺ ചെയ്യാൻ തന്നെ മടിയുള്ള ആളാണ് ഞാൻ. അപ്പോൾ നല്ലോണം അയൺ ചെയ്ത് മടക്കിയൊക്കെ സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ. അപ്പം നല്ല പണിയുള്ള കാര്യമൊക്കെയാണ്. നമ്മൾ സാരി ഡ്രേപ്പിങ് ചെയ്ത് ബോക്സ് ഫോൾഡിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങോട്ടേക്കല്ലേ, സൈഡിലേക്കല്ല. ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ ഈ സാരി ട്രിപ്പിങ്ങൊക്കെ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. അത് കുറേ എക്സ്പെർട്ട് ആവണം കേട്ടോ. നമ്മൾ തന്നെ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് ഒരു സാരിയൊക്കെ ഇങ്ങനെ മടക്കണത്. അപ്പോൾ ഓരോരുത്തരും ചെയ്യും കേട്ടോ. എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ മിസ് ആദ്യം കാര്യങ്ങൾ ഓരോ മെഷർമെൻറ്റ് എടുക്കേണ്ട അളവുകളൊക്കെ പറഞ്ഞു തന്ന് ആൾ തന്നെ ചെയ്ത് കാണിച്ചു. അത് കഴിഞ്ഞ് ഉച്ചയോടുകൂടി ഞങ്ങൾ സ്വയം ചെയ്യാൻ പഠിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ചെയ്യാൻ പഠിക്കുകയാണ്. ഞാനും ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ.
സാരി ഡ്രൈപ്പിംഗ് ഒക്കെ പഠിച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് ചെയ്യാൻ ഭയങ്കര ഉഷാറായിരിക്കും കേട്ടോ. അതേ കണ്ട എല്ലാവരും ഭയങ്കര പണിത്തിരക്കില്ല. സാരി ഡ്രൈപ്പിംഗ് മാത്രമല്ല കേട്ടോ, ജ്വല്ലറി ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല പഠിപ്പിച്ചായ ചിത്ര ഓക്സ്ഫോർഡ് മാത്രമല്ല പഠിപ്പിക്കണേട്ടാ, അത് ഇങ്ങനെ ഉടുപ്പിക്കാന്നുള്ളതും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടാ. ജ്വല്ലറി ഉണ്ടാക്കി, സാരി എടുത്തു. ഇനി പിന്നെ അതേ നമ്മുടെ മുഖത്ത് കുറച്ച് മേക്കപ്പും കൂടി വേണമല്ലോ, അതും കൂടി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിട്ടാ. അപ്പോൾ അതേ മിസ്സാണ് ഞങ്ങളുടെ സീതുവിൽ ആദ്യം തന്നെ മേക്കപ്പൊക്കെ സീതുതേ സാരി എടുത്തിട്ടുണ്ട്. ബോക്സ് ഫോട്ടോ ചെയ്ത് സാരിയൊക്കെ എടുത്ത് അവളതേ മിസ് ഇതേ അവളിലാണ് ഞങ്ങളെ പഠിപ്പിക്കണത്. അപ്പോൾ എല്ലാവരും ദേ ഇങ്ങനെ ചുറ്റും കൂടി ഇരുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ മേക്കപ്പ്. അപ്പോൾ അതിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ശ്രദ്ധയിലാണ്. ഇത് മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങളും അവരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പതേ ഞങ്ങളതേ ബോക്സ് ഔട്ട് ചെയ്ത സാരിയും ഞങ്ങൾ ഉണ്ടാക്കിയ മാലയും അങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് ഒരു സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളെല്ലാവരോടും പറഞ്ഞു അവരവർ അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് ചെയ്യിക്കാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ തത്രപ്പാടിലാണ് മേക്കപ്പ് ചെയ്യാനുള്ളത്. എനിക്കാണെങ്കിൽ നല്ല കഴിവാണ് മേക്കപ്പ് ചെയ്യാൻ, അതുകൊണ്ട് ഞാനധികം പ്രൊഫഷണലായിട്ട് ക്യാപ്ചർ ചെയ്തു. മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസും വീഡിയോസും അങ്ങോട്ട് എടുക്കല്ലേ അങ്ങോട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി നിന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് റാമ്പാക്കാൻ വന്നു. അങ്ങനെ ഞങ്ങളൊരു ഫാഷൻ ഷോ അങ്ങോട്ട് നടത്തി. അങ്ങോട്ട് അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇനി നമുക്ക് ക്ലാസ്സിൽ പോകാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഫുഡും ഫ്രീ ആണെന്ന്. അപ്പോൾ നമ്മുടെ ഫുഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഫുഡ് കണ്ടില്ലേ, നമുക്ക് 2 ചാറുകറി, ഒരു ഉപ്പേരി, അച്ചാറ്, മീൻ വറുത്തത്, അങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടണത്. അത് കഴിച്ച് ഞാൻ വണ്ണം വെച്ച് ആൾക്കാർ പറയണ്ടായിരുന്നു കേട്ടോ. മീൻ വറുത്തത് നോക്കട്ടെ. ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് മീൻ വറുത്തത് കിട്ടി. അതാണ് വിളമ്പിയ 2 മീൻ വറുത്തത്. നല്ല ചാള, എല്ലാ തലയും വെളുക്കാണ്. നിനക്ക് മാത്രം കൂടാനും നിങ്ങളെ ഈ വീഡിയോയിലല്ലേ കാണാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. എന്തെങ്കിലും കാണിക്കേ നീ മറത്തത് വെണ്ടക്കായ കാണിക്കേ. അങ്ങനെ ഓരോ ദിവസം ഓരോ കൂട്ടാനുകളായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ അതേ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടണ ആ സുഖം, അത് നമ്മുടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കിട്ടണത്, നമ്മൾ ഇങ്ങനെ ഷെയറൊക്കെ ചെയ്ത് കഴിക്കണേ
അതേമാതിരിയുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. മീൻ വറുത്തത് മേടിച്ചിട്ട് അവർ കഴിക്കാത്തവരുണ്ടാവും, അതൊക്കെ കഴിക്കണവർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ ഞങ്ങൾക്കിനി എക്സിബിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിതേ എല്ലാ സംഭവങ്ങളും ജ്വല്ലറിയും സാരി ട്രിപ്പിങ്ങും ഒക്കെ പഠിച്ച് കഴിഞ്ഞു. ഇനി ആ പഠിച്ച സംഭവങ്ങൾ ഞങ്ങൾ ആ 14 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് നിങ്ങളീ കാണുന്നത്. അത് എക്സിബിഷനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുതുക്കാടുള്ള എന്താ പറയുക ഓഫീസിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചിലവരുടെ നിന്നൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ. ഇതൊക്കെ നമ്മളുണ്ടാക്കിയ ഐറ്റംസാണ് കേട്ടോ. എല്ലാവരും അവരവരായിട്ട് വീട്ടിലിരുന്ന് കുറച്ച് കിട്ടണ സമയം കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. സാരി ട്രിപ്പിങ്ങും ഒക്കെ അങ്ങനെ കുറച്ച് ഓർഡറൊക്കെ കിട്ടി. ഇതാണ് കേട്ടോ നമ്മുടെ പ്രവിത മിസ്സ്. മിസ്സ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അനുമിസ്സ് സാറ്. അനുമിസ്സാണ് നമ്മുടെ ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. പ്രവിത മിസ്സ് ഇതിൻ്റെ കോർഡിനേഷനാണ് കേട്ടോ. അടിപൊളി മിസ്സാണ്. മിസ്സിൻ്റെ സംസാരം, മോട്ടിവേഷൻ അതൊക്കെ ഒരു അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ ലാസ്റ്റത്തെ ദിവസമായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് എക്സാമാണ്. അപ്പോൾ RCTയുടെ 499 ബാച്ചായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഞങ്ങളുടെ അവസാനത്തെ ദിവസം അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. ഇത് എന്ത് ഫ്രീ കോഴ്സാണെന്ന് നിങ്ങളോട് ഇതുവരെ പറഞ്ഞില്ല അല്ലേ. ഇത് നമ്മുടെ കാനറ ബാങ്കിൻ്റെ കീഴിൽ RCT എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് നമ്മുടെ തൃശ്ശൂർ വില്ലടത്താണ് കേട്ടോ. അതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ അവിടെ വില്ലടത്താണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പുതുക്കാട് അതിൻ്റെ ഒരു ബാച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാച്ചിലാണ് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എല്ലാ കോഴ്സുകളും ഫ്രീ ആണ് കേട്ടോ. കോഴ്സ് മാത്രമല്ല, അതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും ഫുഡും പിന്നെ താമസ സൗകര്യം അവിടെ ഉണ്ട് കേട്ടോ. തൃശ്ശൂരുണ്ട് കേട്ടോ. എല്ലാവരും ഫ്രീ ആണ് നമുക്ക്. പിന്നെ ഈ കോഴ്സിൻ്റെ അവസാനം എക്സാം ഉണ്ട് കേട്ടോ. എക്സാമിന് നമുക്ക് NCERT സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ 2 വർഷത്തേക്ക് നമുക്ക് അവർ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ പ്രൊജക്റ്റ് ഉണ്ടാക്കാനും പിന്നെ ലോണുകൾക്കും ഒക്കെ അവർ സഹായിക്കും കേട്ടോ. 2 വർഷത്തെ ഒരു സപ്പോർട്ടിങ്ങും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. പിന്നെ നമ്മുടെ ഇത്രയും സപ്പോർട്ടായിട്ടും നമ്മളെ നല്ലോണം പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത ഈ മിസ്സുമാർക്ക് നമ്മൾ എങ്ങനെ ഒന്നും കൊടുക്കാണ്ട് പോവുക. അപ്പം ഞങ്ങളുടെ വക ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത് ഞങ്ങൾ. പിന്നെ എക്സാം എഴുതാൻ നമ്മുടെ സെൻറ്ററിൽ തന്നെ പോകണം, വില്ലടത്ത് പോകണം. അപ്പോൾ എക്സാമിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. അല്ലെങ്കിൽ ഇതൊരു വലിയ ലോങ് വീഡിയോ ആയി മാറും. അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് അവസാനിക്കണ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. പിന്നെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങൾ ചെയ്തു കേട്ടോ. ടവർ ബിൽഡിംഗ് ഗെയിമായിരുന്നു ഇതിലൊരു അമ്മയും അച്ഛനും കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടി അച്ഛൻ്റെ അമ്മയുടെയും സഹായത്തോടെ ടവർ നന്നായി ബിൽഡ് ചെയ്യും. പക്ഷേ ആരുടെയും സഹായം ഇല്ലാണ്ട് നമ്മളൊരു 10 കട്ടെങ്കിലും വെച്ചാൽ നമുക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലാണ്ടുള്ള ഒരു ഇതിന് നമുക്ക് ഒരു എന്താ പറയുക, നമ്മൾ സ്ട്രോങ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ സപ്പോർട്ടില്ലാണ്ട് നമ്മുടെ നീത് വെച്ചത് ഒരു 5-6 എണ്ണം വെച്ചിട്ടുള്ളൂ. അപ്പോൾ അവൾക്ക് നല്ല സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ എല്ലാവരും കുറച്ച് ഗ്രൂപ്പുകാർ ഒരുമിച്ച് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ലാസ്റ്റായപ്പോൾ ഒരു സമയവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങളിതേ ഒരു ഗ്രൂപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 14 ദിവസം എന്ന് പറയണത് എത്ര പെട്ടെന്നാണ് പോയേ. ഈ 14 ദിവസം കൊണ്ട് നമ്മളെല്ലാവരും നല്ല സുഹൃത്തുക്കളായിട്ടോ. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് കുറേ ഫ്രണ്ട്സിനെയും കുറേ എന്താ പറയുക, നമ്മൾ ചെറിയ കുട്ടിയായെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. ഇല്ല ഒരു മിനിറ്റ് കൂടി ഉണ്ട്. അച്ഛനമ്മയും കുട്ടി നല്ല അച്ഛൻ്റെ അമ്മയുടെ സഹായത്തോടെ അവൾ കുറേ വെച്ചു കേട്ടോ. ഇനി അവൾ ഒറ്റയ്ക്ക് എത്ര എണ്ണം വയ്ക്കുന്നു നോക്കാം.
കോഴ്സിനെ പറ്റി പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. ഞാൻ അറിഞ്ഞത് ഈ കോഴ്സിൽ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇതേമാതിരി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓരോ സംഭവങ്ങൾ നമ്മൾ അറിയാണ്ട് പോകണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ കുടുംബശ്രീ, SC/ST, BPL കാർഡുകാർക്കാണ് ഈ കോഴ്സിൽ മുൻഗണനയുള്ളത്. അതിൽ കുറേ പേർക്ക് ഒന്നും അറിയാണ്ട് പോകണ്ടെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഒരു കോഴ്സുള്ള കാര്യം തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്കും ഈ കോഴ്സ് ചേരാനൊരു അവസരം കിട്ടി. അപ്പോൾ ഇനിയും അറിയാണ്ട് പോവാണ്ടിരിക്കാൻ വേണ്ടി എല്ലാവരും ഈ RCTയുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ വരാൻ പോണ തൊഴിൽ കോഴ്സുകളുടെ കാര്യങ്ങൾ. അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ജനുവരി മാസത്തിലുള്ള കോഴ്സുകളുടെ ലിസ്റ്റുകൾ കേട്ടോ. അപ്പോൾ വേണ്ടവർ ഇതിൽ സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുത്. ഇത് എല്ലാവർക്കും പ്രയോജനമുള്ള വീഡിയോ ആണ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് കോഴ്സുകൾ പഠിക്കാൻ, അതും ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന അവസരം എല്ലാവർക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ എക്സാമിൻ്റെ വിശേഷങ്ങളും വില്ലെടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.